UDFന് ഭരണം നഷ്ടപ്പെടുകയും അതായത് വീണ്ടും ഒരു വട്ടം കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉടലെടുക്കുന്ന കാര്യം നമുക്ക് ഏറെക്കുറെ ഒരു 75% മുകളിൽ നമുക്ക് ഉറപ്പിക്കാം. 84 വയസ്സായ PJ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു അംഗത്തിന് ബാല്യമില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോൾ തന്നെ PJ ജോസഫിൻ്റെ ടീം ഒരു വല്ലാത്ത ശങ്കയിലാണ്. ഈ മുന്നണിയുമായി മുന്നോട്ട് പോകണോ, ഇത് ബാക്കിയുള്ള തെരഞ്ഞെടുപ്പ് പ്രവണതകളുമായി സഹകരിക്കണോ, തുടർന്നുള്ള ചർച്ചകളിൽ ഞങ്ങൾ ഭാഗഭാക്കുകളാകണോ തുടങ്ങി ഒരുപാട് കൺഫ്യൂഷനിലാണ് ഇപ്പോഴും PJ ജോസഫിൻ്റെ ടീം ഉള്ളത്. നമസ്കാരം, SB ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്താണ് ആ രാഷ്ട്രീയ മാറ്റം എന്ന് ചോദിച്ചാൽ, ഇവിടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്, അതായത് PJ ജോസഫിൻ്റെ ഗ്രൂപ്പ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ പാലായിലുള്ള വീട്ടിലേക്ക് നിരന്തരം എത്താനും അതോടൊപ്പം തന്നെ ഒരു ലയന ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ലയനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകളുണ്ടോ എന്ന് അന്വേഷിക്കാനും തയ്യാറെടുക്കുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാക്കി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും കാണാം. ഇനിയും എന്തുകൊണ്ട് ഇങ്ങനെയൊരു സംഭവത്തിലേക്ക് പോകും എന്നുള്ളതാണ്. അതായത് വരാൻ പോകുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാഭാവികമെന്നോണം UDFന് ഭരണം നഷ്ടപ്പെടുകയും അതായത് വീണ്ടും ഒരു വട്ടം കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉടലെടുക്കുന്ന കാര്യം നമുക്ക് ഏറെക്കുറെ ഒരു 75% മുകളിൽ നമുക്ക് ഉറപ്പിക്കാം. അതായത് 75%-ഓളം LDF സർക്കാർ തുടർഭരണം നിലനിർത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമെന്നോണം UDF 25% വിജയസാധ്യത മാത്രമുള്ള UDF പ്രതിപക്ഷത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ വന്നാൽ 84 വയസ്സായ PJ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു അംഗത്തിന് ബാല്യമില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെ ആ PJ ജോസഫ്, അതായത് ഈ 5 വർഷം കഴിയുമ്പോൾ PJ ജോസഫിന് പ്രായം 90 വയസ്സിന് അടുത്തെത്തും. അതായത് 89 വയസ്സാവും. അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് 90 വയസ്സിലേക്ക് PJ ജോസഫ് എത്തി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ PJ ജോസഫ് വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ നീക്കി തുടർന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായി ഒരു ലയനത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ള കാര്യം തീർച്ചയാണ്. ഇനി എന്തുകൊണ്ട് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നു എന്നുള്ളത് നോക്കാം. നിലവിൽ ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്ന കേരള കോൺഗ്രസിൻ്റെ ഒരു പ്രബല വിഭാഗം തന്നെ ഇന്ന് UDF എന്ന് പറയുന്ന മുന്നണിയിൽ അപ്രസക്തരാണ് എന്ന് നമുക്ക് കാണാം. എങ്ങനെ അപ്രസക്തരായി? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ തൊടുപുഴ മുതൽ കോതമംഗലം വരെ നീണ്ടുകിടക്കുന്ന 10ഓളം സീറ്റുകളിലായിരുന്നു കഴിഞ്ഞ തവണ PJ ജോസഫിൻ്റെ ഓരോ സ്ഥാനാർത്ഥികളും മത്സരിച്ചത്. അതിൽ എത്രയെടുത്ത് വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെ വിജയിപ്പിക്കാൻ കഴിഞ്ഞ സ്ഥാനാർത്ഥികളുടെ എണ്ണം വെറും 2 പേർ മാത്രമാണ്. അതായത് ഒന്ന് മോൻസ് ജോസഫിനെ നമുക്ക് കാണാം, മറ്റൊന്ന് PJ ജോസഫിനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ 2 ആളുകൾ മാത്രമാണ്, 2 നേതാക്കന്മാർ മാത്രമാണ് നിയമസഭാ സാമാജികർ എന്നുള്ള ലേബൽ ഒട്ടിച്ചുകൊണ്ട് സഭയിലേക്ക് എത്തുന്നത്. അല്ലാതെ ബാക്കി വരുന്ന 8 എണ്ണത്തിനെ വിജയിപ്പിക്കാൻ ഇവിടെ UDFന് അല്ലെങ്കിൽ കേരള കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോഴാകട്ടെ ഈ പറയുന്ന 4 സീറ്റുകൾ കൂടി, അതായത് നിലവിൽ 6 സീറ്റുകൾ മാത്രം PJ ജോസഫിന് കൊടുത്താൽ മതി എന്നുള്ളൊരു നീക്കത്തിലാണ് കോൺഗ്രസ് പാർട്ടി നിൽക്കുന്നത്. ബാക്കി വരുന്ന 4 സീറ്റുകൾ PJ ജോസഫിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി UDFിൽ നിന്നും കോൺഗ്രസ് മത്സരിക്കാൻ തീരുമാനിക്കുന്നു. ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിലേക്കൊന്നും സഹകരിക്കാതെ മാറി നിൽക്കുകയാണ് PJ ജോസഫ് എന്നുള്ള കാര്യം ഏറെക്കുറെ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നില്ല. ഇനിയിപ്പോൾ VD സതീശൻ കേരളത്തിൻ്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ തിരുവനന്തപുരം വരെ സംഘടിപ്പിക്കുന്ന പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഘട്ടത്തിൽ പോലും വേണ്ടത്ര ഒരു പങ്കാളിത്തം ഉറപ്പാക്കാൻ PJ ജോസഫിൻ്റെ ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഇവർ തമ്മിലുള്ള ഒരു വൈരത്തിന് കാരണമായി തീരുന്നു. എന്നാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ എന്ന് പറയുന്ന മണ്ഡലം. ആ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ തോറ്റ മണ്ഡലമാണ്. എന്നാലും അവർക്കത് വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. തൃക്കരിപ്പൂരൊക്കെ ഈ പറയുന്ന കുടിയേറ്റ കർഷകരുടെ സാധ്യതകളൊക്കെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് അവിടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ഇപ്പോൾ നിലവിൽ ഒരു സ്ഥാനാർത്ഥിയെ അങ്ങ് പ്രഖ്യാപിച്ചു. ജെറ്റോ ജോസഫ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ UDFുമായി കൂടിയാലോചന നടത്താതെ അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നണിയുമായി കൂടിയാലോചന നടത്താതെ ജോസഫ് ഗ്രൂപ്പ് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ പ്രഖ്യാപിച്ച് ജെറ്റോ ജോസഫ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ജെറ്റോ ജോസഫിന് വേണ്ടി പ്രചരണം ആരംഭിക്കുന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇനി ഏറ്റുമാനൂർ മണ്ഡലം കോൺഗ്രസ് തിരിച്ചു പിടിച്ചുകൊണ്ട് നാട്ടകം സുരേഷ് എന്ന് പറയുന്ന അത്യാവശ്യം പോപ്പുലറായി നിൽക്കുന്ന ഒരു നേതാവിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി തീരുമാനിക്കാൻ കോൺഗ്രസ് ഏറെക്കുറെ തീരുമാനമെടുത്തു. അതായത് പി.ജെ. ജോസഫിൻ്റെ കയ്യിൽ നിന്ന് അതിങ്ങ് തിരിച്ചു പിടിക്കുക എന്നുള്ളത്. പക്ഷേ പി.ജെ. ജോസഫിൻ്റെ ടീം എന്ത് ചെയ്തു? അതായത് ജോസഫ് ഗ്രൂപ്പ് അവിടെ എല്ലാം പോസ്റ്റർ പ്രചരണം, ഈ ബുക്ക്ഡ് കേരള കോൺഗ്രസ് ജെ എന്ന് പറയുന്ന ഇതൊക്കെ എഴുതി വെച്ചുകൊണ്ട് അവിടുത്തെ ചുമരെഴുത്തിന് പോലും തുടക്കം ആരംഭിച്ചു കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഒരു തുറന്ന യുദ്ധത്തിന് തന്നെ തയ്യാറെടുക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇനി 6 സീറ്റുകൾ മാത്രമാണ് ലഭിക്കാൻ സാധ്യത. പകരം ഈ പറയുന്ന പോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റുമാനൂർ സീറ്റ് കോൺഗ്രസിന് വേണം. നേരത്തെ കുട്ടനാടുമായി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയെങ്കിലും കുട്ടനാടിന് പകരമായി ആലപ്പുഴ സീറ്റ് കൊടുത്തുകൊണ്ടാണ് അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നത് എന്ന് നമുക്കറിയാം. പെരുമ്പാവൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇവർ സമ്മതനായ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലാണ് എൽദോസ് കുന്നപ്പള്ളിയെ അവിടെ നിർത്തിയത്. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. അതായത് കേരള കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി തന്നെയാണ് അവിടെ എൽദോസ് കുന്നപ്പള്ളിയെ വിജയിപ്പിച്ചെടുത്തത്. അപ്പോഴും അവർക്ക് അവകാശപ്പെടാൻ കഴിയില്ല അത് ജോസഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് എന്നുള്ള കാര്യം. അപ്പോൾ ആലപ്പുഴയും കുട്ടനാട്, അപ്പോൾ കുട്ടനാട് എന്ന് പറയുന്ന മണ്ഡലം അവർക്ക് വേണം. അതോടൊപ്പം ഇടുക്കിയിലും വലിയ ചലനമൊന്നും ഉണ്ടാക്കാൻ കഴിയാതെ പോയത് ഫ്രാൻസിസ് ജോർജ് മത്സരിച്ചാണ്. അപ്പോൾ അവിടെയും വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ കഴിയാതെ പോയി. അപ്പോൾ ഇടുക്കി മണ്ഡലം തിരിച്ചു പിടിക്കണം. അതോടൊപ്പം തന്നെ നമുക്കറിയാം തൃക്കരിപ്പൂർ. അപ്പോൾ ഇങ്ങനെ 4 മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റുമാനൂർ, തൃക്കരിപ്പൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഏറെക്കുറെ നീക്കം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകാം. പക്ഷേ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകുന്ന പക്ഷം ഞങ്ങൾക്ക് ഏറ്റുമാനൂർ വിട്ടു തന്നുകൊണ്ട് പൂഞ്ഞാർ സീറ്റ് തിരിച്ചു തരണം. അതായത് ഫലത്തിൽ സീറ്റിൻ്റെ നഷ്ടം സംഭവിക്കുന്നില്ല എന്നുള്ള രീതിയിൽ. ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇതൊരു വലിയ ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ തന്നെ പി.ജെ. ജോസഫിൻ്റെ ടീം ഒരു വല്ലാത്ത ശങ്കയിലാണ്. ഈ മുന്നണിയുമായി മുന്നോട്ട് പോകണോ, ഇത് ബാക്കിയുള്ള തെരഞ്ഞെടുപ്പ് പ്രവണതകളുമായി സഹകരിക്കണോ, തുടർന്നുള്ള ചർച്ചകളിൽ ഞങ്ങൾ ഭാഗഭാക്കുകളാകണോ തുടങ്ങി ഒരുപാട് കൺഫ്യൂഷനിലാണ് ഇപ്പോഴും പി.ജെ. ജോസഫിൻ്റെ ടീം ഉള്ളത്. അതിനിടയിൽ മോൻസ് ജോസഫ് പ്രഖ്യാപിക്കുകയും ചെയ്തു, ഞങ്ങൾക്ക് കൂടുതൽ സീറ്റ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്, അവകാശമുണ്ട് എന്ന് തന്നെയാണ് മോൻസ് ജോസഫ് പ്രഖ്യാപിച്ചത്. കാരണം ഇതിനു മുമ്പ് മത്സരിക്കുന്ന സമയത്ത് അതിനൊരു ദേശീയ പാർട്ടി എന്നുള്ളൊരു അംഗീകാരമൊന്നും പി.ജെ. ജോസഫിൻ്റെ പാർട്ടിക്കില്ലായിരുന്നു. ചിഹ്നം പോലും ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യമൊക്കെ മാറി ഇപ്പോൾ പി.ജെ. ജോസഫ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ജോസഫിൻ്റെ കേരള കോൺഗ്രസ് അതിശക്തമായ ഒരു പാർട്ടിയാണെന്നും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ ആവശ്യമുണ്ട് എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് പി.ജെ. ജോസഫിനെ തഴഞ്ഞു കളയുന്നു, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് കൊടുക്കുന്ന പ്രാധാന്യമോ CMPക്ക് കൊടുക്കുന്ന പ്രാധാന്യമോ RMPക്ക് കൊടുക്കുന്ന പ്രാധാന്യമോ ഒന്നും എന്തുകൊണ്ടാണ് ഈ പി.ജെ. ജോസഫിൻ്റെ പാർട്ടിക്ക് ലഭിക്കാത്തത്? ഉത്തരം വളരെ സിമ്പിളാണ്. അവർക്ക് എടുത്തു പറയാൻ പറ്റുന്ന നേതാക്കന്മാരാരെങ്കിലും ഈ പറയുന്ന പി.ജെ. ജോസഫിൻ്റെ കൂട്ടത്തിലുണ്ടോ? അങ്ങനെ എടുത്തു പറയത്തക്ക കൊള്ളാവുന്ന, നിർത്തിയാൽ ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു നേതാക്കന്മാരും പി.ജെ. ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അങ്ങനെ നേതാക്കന്മാരില്ലാത്ത ഒരു പാർട്ടിയായി മാറുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ വിജയിപ്പിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ പ്രവർത്തനം കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും നേതാക്കന്മാരോ അണികളോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അണികളുമില്ല. അതായത് എല്ലാം കൊണ്ടും രാഷ്ട്രീയ പാപ്പരത്വം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് പി.ജെ. ജോസഫിൻ്റേത് എന്നുള്ള കാര്യം കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഒരു കാരണവശാലും UDF മുന്നണിക്കകത്ത് ഒരു വലിയ പ്രാധാന്യം ഇനി ഒരിക്കൽ പോലും പി.ജെ. ജോസഫിന് ലഭിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്കറിയാം പി.ജെ. ജോസഫ് LDFിനൊപ്പം നിന്ന സമയത്ത് അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു മന്ത്രിയായിരുന്നേ. എല്ലാ കാലത്തും അദ്ദേഹത്തിന് മന്ത്രിയായിരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, കഴിഞ്ഞ 10 വർഷക്കാലമായി, അതായത് UDFിനോടൊപ്പം നിന്ന കഴിഞ്ഞ 10 വർഷക്കാലം പി.ജെ. ജോസഫ് വെറും ഒരു MLA എന്നതിനപ്പുറത്തേക്ക് ഒരു മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് കഴിഞ്ഞ 74 വയസ്സ് മുതൽ 84 വയസ്സ് വരെ സ്വപ്നം പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ 10 വർഷമായി 74 മുതൽ 84 എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ശാരീരികമായി ഉണ്ടാകുന്ന അവശതകൾ വരെ നമ്മൾ പരിഗണിക്കണം. എന്നിട്ടും അദ്ദേഹത്തിന് ഒരു മന്ത്രിയാകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനിയും ഒരു വട്ടം കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ പി.ജെ. ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അത് ആത്മഹത്യാപരമാണ്. ഇതിനേക്കാൾ നല്ലത് അദ്ദേഹം ഈ പണി നിർത്തിയിട്ട് എവിടെയെങ്കിലും രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നതാണ് നല്ലത്. ഇനി പി.ജെ. ജോസഫ് അങ്ങനെ രാഷ്ട്രീയ വനവാസത്തിന് പോയാൽ ഈ ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്ന കേരള കോൺഗ്രസ് തന്നെ ഇവിടെ ഇല്ലാതെയാകും, നാമാവശേഷമായി പോവും. നയിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകനാണ് അബു ജോൺ ജോസഫ്. വലിയ പ്രയോജനമൊന്നുമില്ല പാർട്ടിയെ കൊണ്ട്. അപ്പം തന്നെയുമല്ല, ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനമായി നടക്കാൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ മാറ്റം ഇത് തന്നെയാണ്. അതായത് ജോസ് കെ മാണിയുമായി കൈകൊടുക്കുക, ജോസ് കെ മാണിയുമായി കൈകൊടുത്തുകൊണ്ട് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരൊറ്റ ഗ്രൂപ്പായി അല്ലെങ്കിൽ മാണി ഗ്രൂപ്പിൽ ഈ കേരള കോൺഗ്രസ് ജെയെ കൊണ്ട് ലയിപ്പിക്കുക.
അങ്ങനെ ലയിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു സ്ഥാനാർത്ഥിയെങ്കിലും ജയിപ്പിക്കാൻ പി ജെ ജോസഫിന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പി ജെ ജോസഫ് എങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പറയുന്ന ഒരു മുന്നണി മാറ്റത്തിൻ്റെ ഒരു വലിയ ചർച്ചകൾ പിന്നീട് നടക്കുകയും തുടർന്ന് പി ജെ ജോസഫിന് ഭരണപക്ഷത്തിരിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ചില പോസിബിലിറ്റീസ് ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ നിലവിൽ പി ജെ ജോസഫ് എന്ന് പറയുന്ന ഒരു ആളിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് മാത്രം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് പി ജോസഫ് ഗ്രൂപ്പ്. ആ ജോസഫ് ഗ്രൂപ്പ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി നാമാവിശേഷമാകാൻ പോകുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. അതോടൊപ്പം പി ജെ ജോസഫ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവും കേരളത്തിൽ നിന്ന് ഒരു രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ തയ്യാറെടുക്കുന്ന ഒരാളായി തന്നെയാണ് ഇപ്പോഴും പരിഗണിക്കപ്പെടുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അതുതന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അല്ലാതെ വലിയ രാഷ്ട്രീയ മാറ്റമൊന്നും കേരളത്തിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ എന്തുതന്നെയാണെങ്കിലും നമുക്ക് ഇനി വിസ്മയങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.